നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൃഗീയ വിജയം നേടിയ യു ഡി എഫിൽ സർക്കാർ രൂപീകരണത്തിലുള്ള ചർച്ചകൾ തുടങ്ങി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി.ഡി. സതീശൻ തന്നെ വന്നേക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയായി തന്നെ ലഭിക്കുന്നത്. അതേസമയം രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ എന്നിവരുടെ പേരുകളും കോൺഗ്രസ് ക്യാമ്പുകളിൽ സജീവമാണ്. രണ്ടുപേർക്കും ക്ലെയിമുണ്ട്. തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞതിന്റെ ഞെട്ടലിലാണ് ഇടതുപക്ഷം. തോൽവി ഉണ്ടായാൽ പോലും ഇത്ര കനത്ത തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നില്ല ഇടത് ക്യാമ്പുകൾ. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും അമ്പലപ്പുഴയിലെയും പരാജയമാണ് പാർട്ടിക്ക് വലിയ ആഘാതമായിരിക്കുന്നത്. LDF-ലെ 7 ഘടകകക്ഷികൾക്ക് ഒരു സീറ്റ് പോലും കിട്ടിയില്ല എന്ന പ്രത്യേകത കൂടി ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. പ്രതിപക്ഷ നേതാവ് ആരാകും എന്നതിനെക്കുറിച്ചും ചർച്ചകൾ ഉയരുന്നുണ്ട്. ഇത് വിശദമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യണം. വി അരുൺ, ജി ശ്രീജിത്ത്, ബൈജു കാസർഗോഡ് നിന്ന്, MS അനീഷ് കുമാർ, അനുമോദ്, ഒപ്പം ടോം കുര്യാക്കോസ്, ഡാനി പോൾ, ആജ്ഞ, നവമി എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആദ്യം നമുക്ക് വി അരുണിലേക്ക് തന്നെ പോകാം. അരുണ്, ചരിത്രപരമായ ഒരു ജയം. നേരത്തെ കഴിഞ്ഞ ദിവസം സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഇത്രയധികം സീറ്റുകൾ നേടുന്നത് തൻ്റെ നേതൃത്വത്തിലാണ്. അത് എല്ലാവരും ഒന്ന് ഓർത്തിരിക്കണം എന്ന് പറഞ്ഞു വെക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന പേര് സതീശൻ്റെ തന്നെയാണ്. ക്ലെയിം സതീശനുണ്ട്. മറ്റു 2 പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. അവരും ചരടുവലിയിൽ നടത്തുന്നുണ്ട്. പക്ഷേ സതീശൻ്റെ പേരിലേക്ക് തന്നെ ഇപ്പോഴത്തെ ആ ഒരു വിജയത്തിൻ്റെ ആ ഒരു പൊലിമ നിലനിർത്താൻ സതീശൻ്റെ പേരിലേക്ക് തന്നെ എത്താനല്ലേ സാധ്യത മുഖ്യമന്ത്രി സ്ഥാനം? സ്വാഭാവിക മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വി.ഡി. സതീശൻ മാറുമെന്ന് ഉറപ്പാണ്. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ 2001-ൽ 62 സീറ്റ് നേടിയതാണ് ഏറ്റവും വലിയ ഈ മുന്നണി സംവിധാനം വന്ന ശേഷം ഏറ്റവും വലിയ കോൺഗ്രസിന്റെ വിജയം. അത് ഒന്നുകൂടി കടന്ന് 63 കോൺഗ്രസ് നിയമസഭയിലെ 23-ൽ നിന്ന് 63-ലേക്ക് ടാലി ഉയർത്തുകയാണ്. വി.ഡി. സതീശന്റെ വാർത്താ സമ്മേളനത്തിൽ അത് എടുത്തു പറയുകയും ചെയ്തു. ഇത്ര വലിയ വിജയം കോൺഗ്രസിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അവിടെ സതീശൻ തൻ്റെ ടീം UDF എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രി തീരുമാനിച്ചെന്ന് പറയുമ്പോഴും സതീശൻ്റെ ക്ലെയിം ഉറപ്പിക്കുകയാണ്. സ്വാഭാവികമായും നേരത്തെ കെ.സി. വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കുമൊക്കെ അനുകൂലമായി MLA-മാർ കൂടുതലുണ്ടാകും. വി.ഡി. സതീശന് നിയമസഭാ കക്ഷിയിൽ തൻ്റെ ഭൂരിപക്ഷം ഉറപ്പിക്കാൻ കഴിയില്ലെന്നത് വെല്ലുവിളി ഉണ്ട്. പക്ഷേ ഇനി സാഹചര്യങ്ങൾ മാറും. നേരത്തെ ആടി നിന്നവർ പോലും അല്ലെങ്കിൽ മറുപക്ഷത്ത് നിന്നവർ പോലും ഒരുപക്ഷെ ഈ കെ.സി. വേണുഗോപാലിനൊക്കെ പിന്തുണയുമായി സാമൂഹ്യ മാധ്യമങ്ങൾക്കും ഒക്കെ മുന്നിൽ വന്ന ആളുകൾ പോലും ഇന്നലെ വ്യത്യസ്തമായ സ്വരം കേട്ടത് KPC അധ്യക്ഷൻ സണ്ണി ജോസഫിൽ നിന്നാണ്. മത്സരിച്ചവർ തന്നെ മുഖ്യമന്ത്രിയാകണമെന്നില്ലല്ലോ എന്നൊരു ഒരു അഭിപ്രായം. പക്ഷേ അത്ര എളുപ്പമാകില്ല ഇനി കെ.സി. വേണുഗോപാലിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടന്നുവരാനും വി.ഡി. സതീശനെ മാറ്റാനും ഹൈക്കമാൻഡിന്റെ പിന്തുണ ആർജിക്കാൻ അത്ര എളുപ്പമാകില്ല. കാരണം വി.ഡി. സതീശൻ അത്ര വലിയ വിജയമാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, താൻ പ്രതിപക്ഷ നേതാവായി ചുമതല ഏറ്റെടുക്കുമ്പോൾ സോണിയാഗാന്ധി പറഞ്ഞിരുന്നു സതീശൻ റിസൾട്ട് ഉണ്ടാക്കുമെന്ന് ഞാൻ എല്ലാ പേരോടും പറഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങളെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവാക്കുന്നത്. ആ വിശ്വാസം താൻ കാക്കുമെന്ന ഉറപ്പ് സോണിയാഗാന്ധിക്ക് നൽകിയിരുന്നു. അതാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. അവിടെയും സതീശൻ തന്റെ ക്ലെയിം കൃത്യമായി മുന്നോട്ട് വയ്ക്കുകയാണ്. വിജയത്തിന്റെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് പോലും പറഞ്ഞത് പരാജയപ്പെട്ടാൽ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കും. അവിടെ വിജയത്തിന് ടീം UDF-ന് ക്രെഡിറ്റ് എന്ന് പറയുമ്പോഴും ആ ക്രെഡിറ്റിൽ വലിയൊരു പങ്ക് വി.ഡി. സതീശനുണ്ടാകും. മാത്രമല്ല ഘടകകക്ഷികളെ കൂട്ടിക്കൊണ്ട് എതിർ നീക്കം നടത്താൻ ആർക്കും കെൽപ്പുണ്ടാകില്ല. ലീഗിന് 22 സീറ്റ് ഉണ്ടെങ്കിൽ പോലും 63 എന്ന വലിയ നമ്പറിൽ കോൺഗ്രസ് എത്തുന്നു. കേരള കോൺഗ്രസിന് 7 സീറ്റ് ലഭിക്കുന്നു. അങ്ങനെ ഘടകകക്ഷികളെല്ലാം വലിയ ശക്തിയായി മാറുമ്പോഴും സതീശനൊപ്പം നിൽക്കാൻ തന്നെയാണ് അതിലും സാധ്യത. അങ്ങനെ അല്ലെങ്കിൽ ഒരുപക്ഷെ കെ.സി. വേണുഗോപാൽ മറ്റൊരു നീക്കം നടത്തിയേക്കാമെന്ന് ഒരു വിലയിരുത്തൽ ഇപ്പോഴുണ്ട്. അത് രമേശ് ചെന്നിത്തലയെ 2.5 വർഷമെങ്കിലും മുഖ്യമന്ത്രിയാക്കണമെന്ന ഒരു നിർദ്ദേശവുമായി കെ.സി. വേണുഗോപാലിനാകാൻ കഴിഞ്ഞില്ലെങ്കിൽ സതീശനെ ഒഴിവാക്കാൻ അത്തരമൊരു നീക്കം ഒരുപക്ഷെ കെ.സി. നടത്തിയേക്കാം. പക്ഷെ അതൊന്നും എളുപ്പമല്ല. ഇപ്പോൾ വി.ഡി. സതീശൻ ക്യാബിനറ്റ് തലത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അത്തരം ചില ചർച്ചകളും സതീശനും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരും തുടങ്ങിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ അവരുടെ നേതൃയോഗങ്ങളിലേക്കും മറ്റ് നടപടികളിലേക്കും കടക്കും. നിയമസഭാ കക്ഷി യോഗം തന്നെയാകും ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാൻ ചേർന്നപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് നിയമസഭാ കക്ഷി യോഗത്തിൽ അവസാന നിമിഷം രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം നിന്നവർ, ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്നവരൊക്കെ കൂറുമാറി കെ.സി. വേണുഗോപാൽ നിർദ്ദേശപ്രകാരം വി.ഡി. സതീശന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അത്തരം നീക്കങ്ങൾക്ക് ശ്രമമുണ്ടാവുമെങ്കിലും MLA-മാരുടെ പിന്തുണയൊക്കെ അനുസരിച്ച് നോക്കിയാൽ ഒരുപക്ഷെ കെ.സി. വേണുഗോപാലിന്റെ പേര് പറയുന്നവരായിരിക്കും കൂടുതൽ. പക്ഷേ ഹൈക്കമാൻഡിന്റെ പരിഗണന, കോൺഗ്രസിലെ പൊതുവികാരം, സതീശൻ നടത്തിയ 5 വർഷത്തെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ, സതീശന്റെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജികൾ, തന്ത്രങ്ങൾ, ഈ പറഞ്ഞതുപോലെ സമുദായ നേതാക്കളോട് പോലും
വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്, ഇതൊക്കെ പരിഗണിക്കുമ്പോൾ കേരളീയ സമൂഹത്തിൽ പൊതുവെ ഉയർന്നു വരുന്ന ആവശ്യം സതീശനിൽ തന്നെയാണ്, സംശയമില്ല. അതിനായിരിക്കില്ലേ പ്രാമുഖ്യം ഉണ്ടാവുക MLA-മാരുടെ അഭിപ്രായത്തെക്കാൾ? ഇത്തവണ ആ സാഹചര്യവും വ്യത്യസ്തമാണല്ലോ. കാരണം 100-ലൊക്കെ താഴെ വന്നാൽ, ഒരുപക്ഷെ ഒരു ചെറിയ ഭൂരിപക്ഷത്തിൽ മാത്രം ഭരണത്തിലേക്ക് വന്നാൽ സതീശന് അത്ര ക്ലെയിം ഉണ്ടാകുമായിരുന്നില്ല. 100-ന് മുകളിലേക്ക് എത്തിച്ചു എന്നുള്ള ഒരു ഖ്യാതി കൂടി, ഒരു പെരുമ കൂടി ഉള്ളപ്പോൾ അത്തരം ചില വികാരങ്ങളും കൂടി കണക്കിലെടുക്കുമല്ലോ സ്വാഭാവികമായും ഹൈക്കമാൻഡ്. രഞ്ജിത്ത്, VD സതീശൻ ക്യാമ്പിൽ നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരങ്ങൾ ഈ MLA-മാരുടെ കണക്കെടുത്താൽ പോലും സതീശൻ പിന്നിൽ പോകില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ അതിലൊരു ലോജിക്കുണ്ട്. കാരണം ഇത്ര വലിയ വിജയം നേടിയ VD സതീശൻ, അങ്ങനെ ഒരു പൊതുവികാരം, പടവെട്ടി ഭരണം പിടിച്ചെടുത്തയാളാണ് VD സതീശൻ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും നേരത്തെ KC-ക്കൊപ്പം നിന്ന ആളുകൾ പോലും VD സതീശന്റെ പക്ഷത്തേക്ക് ചായാനുള്ള സാധ്യത കൂടുതലാണ്. അതിനപ്പുറത്തേക്ക് ഈ ഒരു പൊതുജനവികാരമുണ്ട്. VD സതീശൻ എന്ന നേതാവിന് കൂടിയുള്ള പിന്തുണയായാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറുന്നത്. സ്വാഭാവികമായും ഇടതുപക്ഷത്തോട്, മുഖ്യമന്ത്രിയോട്, CPM-നോട്, ഭരണത്തോടൊക്കെയുള്ള എതിർപ്പ് ഉണ്ടെങ്കിൽ പോലും അതിനൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ തീരെ കുറവല്ലാതെ VD സതീശന്റെ നിലപാടുകൾക്കുള്ള, അദ്ദേഹത്തിന്റെ രഞ്ജി സൂചിപ്പിച്ച പോലെ മതനേതാക്കൾക്കെതിരെ, സാമുദായിക സംഘടനാ നേതാക്കൾക്കെതിരെ പരസ്യ വെല്ലുവിളി അടക്കം നടത്തിക്കൊണ്ട് ഇറങ്ങിയ VD സതീശന്റെ നീക്കങ്ങൾ, അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ, അദ്ദേഹത്തിന്റെ കൃത്യമായ ആസൂത്രണം, അതിനൊക്കെയുള്ള ഒരു കയ്യടി കൂടിയായി മാറുകയാണ് ഈ വിജയം. അതുകൊണ്ട് VD സതീശനെ അത്ര പെട്ടെന്ന് എഴുതിത്തള്ളാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ ഏതെങ്കിലും നീക്കം രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തോ അല്ലെങ്കിൽ KC വേണുഗോപാലിന്റെ ഭാഗത്തോ ഉണ്ടായാലും ഒരുപക്ഷെ VD സതീശൻ കടുത്ത നിലപാടുകളിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. ഇത്ര വലിയ വിജയം നേടിയെടുത്ത താനല്ലാതെ മറ്റാരാണ് മുഖ്യമന്ത്രി എന്ന ചോദ്യമാകും സ്വാഭാവികമായും അവിടെ ഉയർന്നു വരിക. എങ്കിൽ അദ്ദേഹം പൂർണ്ണമായും ഈ രംഗത്ത് ഈ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള സാധ്യതയൊക്കെ എതിരാളികളും കാണുന്നുണ്ട്. അത് വളരെ വലിയ തിരിച്ചടി കോൺഗ്രസിനെ രാഷ്ട്രീയമായി ഉണ്ടാക്കുമെന്ന ഒരു ആശങ്കയും ഈ എതിർവിഭാഗത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകാനാണ് സാധ്യത. അതിനപ്പുറത്തേക്കുള്ള നീക്കങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. അത് എത്രത്തോളം ഫലത്തിലെത്തും, എത്രത്തോളം വിജയിക്കുമെന്ന കാര്യത്തിൽ ഈ ഘട്ടത്തിൽ സംശയമുണ്ട്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും സതീശന്റെ പേരിലേക്ക് എത്തുമോ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, CPM-ലെ രാഷ്ട്രീയ ചർച്ചകൾ കൂടിയാണല്ലോ. VV അരുൺ, CPM-ൽ നമുക്കറിയാം ചരിത്രത്തിൽ വലിയ ഒരു പരാജയം, കേവലം 26 MLA-മാരിലേക്ക് പാർട്ടി താഴുകയാണ്. വലിയ പരാജയമാണ്, സംശയമില്ല. കണ്ണൂരിലെ വലിയ വലിയ കോട്ടകളിൽ പോലും ഇളകിയ CPM അവരുടെ തട്ടകങ്ങളിൽ പരാജയപ്പെടുന്നു, അവരുടെ കോട്ടകൾ കൈവിടുന്നു. അങ്ങനെ പാർട്ടി എന്ന നിലയിൽ അക്ഷരാർത്ഥത്തിൽ CPM ഇല്ലാതായ പശ്ചാത്തലമുണ്ട്. അതിനെ അതിജീവിക്കുക എന്നത് വലിയൊരു ടാസ്ക്കാണ്. അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ അല്പം മുമ്പ് ഇത്തരം വിഷയങ്ങൾ പരിശോധിക്കും എന്ന് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വിലയിരുത്തലൊക്കെ വന്നിരുന്നു. അത്തരം പരിശോധനകളൊക്കെ ആരംഭിക്കും. സ്വാഭാവികമാണ്. നേരത്തെയും പല തകർച്ചകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ പാർട്ടി കൂടിയാണ്. ഇനി എന്താണ് ഈ ഒരു തകർച്ച അവരെങ്ങനെയാണ് കാണുന്നത്? പിണറായി എന്ന ഒറ്റ നേതാവിലേക്ക് ഇതിൻ്റെ മൊത്തം പഴിയും ചാരുമോ പാർട്ടി നേതാക്കൾ? അതിനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. അതിന്റെ ഒന്നാം നമ്പർ പിണറായി വിജയനായിരുന്നു. കേരളത്തിൽ CPM-ന്റെയും സർക്കാരിന്റെയും ഒക്കെ സ്വാഭാവികമായും പരാജയത്തിന്റെയും ഒന്നാം നമ്പർ കാരണക്കാരൻ പിണറായി വിജയൻ തന്നെയാകും, അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാകും. ഒരുപക്ഷെ ഇത്രയധികം ക്ഷേമ വികസന പ്രവർത്തനം ചെയ്ത സർക്കാരുകൾ സമീപകാലങ്ങളില്ല. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് സർക്കാരിനെതിരെയുള്ള, സർക്കാരിന്റെ പ്രധാനികൾക്ക്, മുഖ്യമന്ത്രി അടക്കം സർക്കാരിന്റെ തലപ്പത്തുള്ളവർക്ക്, പാർട്ടിയുടെ തലപ്പത്തുള്ളവരുടെ പെരുമാറ്റം, അവരുടെ ധാർഷ്ട്യം നിറഞ്ഞ സമീപനം, അധികാര കേന്ദ്രങ്ങളുമായി ചേർന്ന് നിൽക്കുന്നവരുടെ ധാർഷ്ട്യം ഒക്കെ വലിയ ചർച്ചയായി മാറി എന്നുള്ളത് ഉറപ്പാണ്. പ്രതിപക്ഷ നേതാവും മറ്റു നേതാക്കളും പറയുന്നത് പോലെ ഈ വോട്ടുകൾ പൂർണ്ണമായും UDF-ന്റെ വോട്ടുകളല്ല വിജയത്തിലേക്ക് എത്തിച്ചത്. വലിയൊരു വിഭാഗം CPM വോട്ടുകൾ, അടിയുറച്ച CPM കോർ വോട്ടുകൾ പോലും UDF-ലേക്ക്, കോൺഗ്രസിലേക്ക് പോയി എന്നുള്ളത് വസ്തുതയാണ്. അത് കൃത്യമായി മനസ്സിലാക്കേണ്ടത് കണ്ണൂരിലെ വോട്ടിംഗ് പാറ്റേൺ ആണ്. ധർമ്മടം പോലെ ഏറ്റവും വലിയൊരു ശക്തമായ മണ്ഡലത്തിൽ പിണറായി വിജയനെ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്, 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന, 1998 മുതൽ 18 വർഷക്കാലം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഒരു നേതാവ് 6 റൗണ്ട് UDF-ന്റെ താരതമ്യേന കണ്ണൂർ രാഷ്ട്രീയത്തിൽ മാത്രം അറിയപ്പെടുന്ന നേതാവിന് മുന്നിൽ പിന്നിൽ പോകുന്നുവെങ്കിൽ എത്രമാത്രം എതിർവികാരം അവിടെ പാർട്ടിക്കുള്ളിലുണ്ടായിരുന്നു. ഭരണവിരുദ്ധ വികാരം, പ്രതിപക്ഷത്തിന്റെ വോട്ട് സമാഹരണം, BJP-യുടെ നീക്കങ്ങളൊക്കെ മാറ്റിവെച്ചാൽ പോലും എത്രത്തോളം എതിർവികാരം പാർട്ടിക്കുള്ളുണ്ടായിരുന്നതിന്റെ ഒന്നാമത്തെ തെളിവായി അത് കാണണം. അവിടെയാണ് പിണറായി വിജയന്റെ 1,00,000 ഭൂരിപക്ഷം 20,000-നടുത്ത് കഷ്ടിച്ച് എത്തിയത്. 6 റൗണ്ട് അദ്ദേഹം പിന്നിൽ പോയത് അത് CPM-ന്റെ ഹാർഡ് കോർ വോട്ടുകൾ, അണികളുടെ വോട്ടുകൾ തന്നെ ഒഴുകിപ്പോയി എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. മറ്റൊന്ന് മട്ടന്നൂരാണ്. 1,00,000-ൽ പരം വോട്ടുകൾക്ക്
കെ ശൈലജ ജയിച്ച, അതിനു മുമ്പ് വലിയ വിജയത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ VP ജയരാജനൊക്കെ ജയിച്ച മണ്ഡലം, അവിടെ പല ഘട്ടങ്ങളിലും VK സരോജ എന്ന CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം DYFIയുടെ സംസ്ഥാന സെക്രട്ടറി പിന്നിൽ പോയും തിളക്കം കുറഞ്ഞ ഒരു വിജയത്തിലേക്ക് വന്നുവെങ്കിലും അവിടെയും പാർട്ടി വോട്ടുകൾ എവിടെ പോയി? അത് കേവലം അനുഭാവി വോട്ടുകളോ ഇടത് പക്ഷ അഭിമുഖികൾ വോട്ടുകളോ മാത്രമല്ല, അവിടെയും CPM-ന്റെ കോർ വോട്ടുകൾ ചോർന്നു പോയിരിക്കുന്നു. പയ്യന്നൂരിൽ അലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം TI മധുസൂദനൻ കഴിഞ്ഞ തവണ ജയിച്ച മണ്ഡലമാണ്. അതേ സ്ഥാനാർത്ഥിയെ വലിയ വിമർശനങ്ങൾക്ക് ഒടുവിലാണ് വീണ്ടും നിരവധി ആരോപണങ്ങൾക്കൊടുവിലാണ് മധുസൂദനനെ വീണ്ടും അവിടെ CPM സ്ഥാനാർത്ഥിയാക്കിയത്. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി വിമതരായി UDF മത്സരിച്ച കുഞ്ഞികൃഷ്ണൻ എന്ന ജില്ലാ നേതാവ് മാത്രമായ ഒരാൾ അവിടെയാണ് അട്ടിമറി വിജയം ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെയും CPM ചരിത്രത്തിൽ തോറ്റിട്ടില്ലാത്ത മണ്ഡലമാണ്. അവിടെയാണ് രൂപീകരണ തോറ്റിട്ടുള്ള മണ്ഡലമാണ്. അവിടെയാണ് പാർട്ടി വോട്ടുകൾ പൂർണ്ണമായും ഒരു വലിയൊരു ഭാഗം മധുസൂദൻ എന്ന വിമത സ്ഥാനാർത്ഥി കുഞ്ഞികൃഷ്ണനിലേക്ക് പോയത്. തളിപ്പറമ്പാണ് മറ്റൊരു മണ്ഡലം, ഏറ്റവും നിർണായകമായ മണ്ഡലമാണ്. അവിടെ തോൽവിക്ക് കാരണക്കാരെന്ന് വിജയശില്പികൾ എന്ന് പറയും, സംസ്ഥാനത്തെ UDF വിജയശില്പികൾ എന്ന് പറഞ്ഞ പോരാളി ഷാജിയെ പോലെ എപ്പോഴും CPM-ന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ പേനയുന്തുന്ന നിലപാടെടുക്കുന്ന ആളുകൾ പോലും ഒരു പോസ്റ്റ് ഇട്ടത് MV ഗോവിന്ദനെയും ഭാര്യ PK ശ്യാമളയുമാണ്. അവിടെ MV ഗോവിന്ദന്റെ കടുത്ത വികാരം കണ്ണൂരിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ആ തോൽവിയുടെ ഒരുപക്ഷെ കണ്ണൂരിലെ തോൽവിയുടെ പ്രധാന കാരണങ്ങളിലൊന്നായി ശ്യാമളയുടെ സ്ഥാനാർത്ഥം മാറിയിട്ടുണ്ട്. അതും പാർട്ടി വോട്ടുകൾ തന്നെയാണ്, പാർട്ടി അണികളിൽ നിന്ന് പോയ വോട്ടുകൾ തന്നെയാണ്. തൃക്കരിപ്പൂറും ഉദുമയും പോലുള്ള കാസർകോട്ടെ മണ്ഡലങ്ങൾ, അവിടെ സമാനതകളില്ലാത്ത തിരിച്ചടിയിലേക്ക് CPM പോകാൻ കാരണവും പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ശക്തമായ എതിർവികാരം തന്നെയാണ്. ആലപ്പുഴയിൽ കണ്ടത് അതാണ്. G സുധാകരൻ UDF-ലേക്ക് പോകുമ്പോൾ അവിടെ മാത്രമല്ല, G സുധാകരനെ എതിര് നിന്ന G സുധാകരൻ ശത്രുപക്ഷത്ത് നിർത്തിയ നേതാക്കൾ ഓരോരുത്തരായി, അത് പ്രതിഭയായാലും PP ചിത്തരഞ്ജനായാലും സലാമായാലും ഒക്കെ തുടർച്ചയായി വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുന്ന ആലപ്പുഴ കണ്ടതാണ്. കൊല്ലം CPM-ന്റെ പാർട്ടി കോട്ടയാണ്. ഒരുപക്ഷെ കണ്ണൂരിനേക്കാൾ ശക്തമായ സംഘടനാ സംവിധാനമുള്ള ജില്ലയാണ്. അവിടെ വലിയ തിരിച്ചടി നേരിടുന്നു. പക്ഷേ തൃശ്ശൂരും പാലക്കാടും പിടിച്ചു നിൽക്കാനായതാണ് CPM-ന് ആശ്വാസമായത്. തിരുവനന്തപുരവും പ്രതീക്ഷിച്ച അത്ര വിജയത്തിലേക്ക് വന്നില്ലെങ്കിൽ പോലും 5 സീറ്റുകൾ അവിടെയും CPM-ന് ഇടതുമുന്നണിക്ക് ലഭിച്ചു. അങ്ങനെ വരുമ്പോൾ ഈ പാർട്ടി കോട്ടകളിലെ വോട്ട് ചോർച്ച നേതാക്കൾക്കെതിരെയുള്ള കൂടി സർക്കാരിന് ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം സ്വാഭാവികമായും CPM-നുണ്ട്. പിണറായി വിജയൻ ആ സ്ഥാനത്തേക്ക് വരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്. മറ്റൊന്ന്, നമുക്കറിയാം ജയിച്ച നേതാക്കളുടെ എണ്ണം കുറവാണ്. ഇപ്പോൾ കൊട്ടാരക്കരയിൽ ബാലഗോപാൽ മാത്രം മുതിർന്ന നേതാവ് എന്ന നിലയിൽ ഒരുപക്ഷെ പരിഗണിക്കപ്പെടാവുന്ന ഒരാൾ. പിണറായി വിജയൻ അല്ലെങ്കിൽ മറ്റാര്, അതോ പിണറായി തന്നെ ആ സ്ഥാനം ഏറ്റെടുക്കുമോ? അത്തരം ചർച്ചകളിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ ഇപ്പോൾ? അത്തരം ചർച്ചകൾ ഇതുവരെയും CPM-ൽ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നാളെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. അതിലൊരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക ധാരണ ഉണ്ടായേക്കാം. പിണറായി വിജയൻ പൂർണ്ണമായും മാറി നിൽക്കുമെന്ന ഒരു വിലയിരുത്തലിലേക്ക് ഇപ്പോഴും പാർട്ടി എത്തിയിട്ടില്ല. കാരണം ഈ പാർട്ടിയെ ഈ വലിയ സംഘടനാ പ്രശ്നങ്ങളിൽ അടിപ്പെട്ടിരുന്ന പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുവരികയും തുടർ ഭരണങ്ങളിലേക്ക് എത്തിച്ചതുമൊക്കെ പിണറായി വിജയനാണ്. സ്വാഭാവികമായും അതിന്റെ അധപ്പതന കാലത്തും അദ്ദേഹം അതിൽ മുൻനിരയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വളരെ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ പൂർണ്ണമായും ഈ നേതൃസ്ഥാനം മാറി പിണറായി പിന്മാറില്ലെന്ന് കരുതുന്നവരുണ്ട്. അങ്ങനെയെങ്കിലും ഒരുപക്ഷെ പിണറായി വിജയൻ വീണ്ടും ഇടതുമുന്നണിയുടെ നേതൃതലത്തിലേക്ക് വന്നേക്കാം. അവിടെ പ്രതിപക്ഷത്തെ നയിക്കാൻ പ്രതിപക്ഷ നേതാവായി ക്ലിഫോസിന്റെ കന്റോൺമെന്റ് ഹൗസിലേക്ക് പിണറായി എത്തിയേക്കാം. അങ്ങനെയല്ല, മാറി നിൽക്കാൻ തന്നെ തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാറി നിൽക്കുന്ന നിലപാടിലേക്ക് പിണറായി പോയാൽ ഒരുപക്ഷെ അവിടെ പിന്നീട് പരിഗണിക്കാൻ CPM-ന് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവുള്ളത് കേന്ദ്ര കമ്മിറ്റി അംഗമായ, വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചതെങ്കിൽ പോലും കൊട്ടാരക്കരയിൽ നിന്ന് ജയിച്ചു വന്ന KN ബാലഗോപാലാകും. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, മുൻ ധനമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ബാലഗോപാലിലേക്ക് ആ ചോയ്സ് എത്തിച്ചേരും. അല്ലെങ്കിൽ പിന്നീട് സംസ്ഥാന സെക്രട്ടറികളായ സജി ചെറിയാനും മുഹമ്മദ് റിയാസും ഒക്കെ ആണ് ഉള്ളത്. അവരിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പിണറായി വിജയൻ ആകാൻ തന്നെയാണ് ഒരുപക്ഷെ സാധ്യതയുള്ളത്. അങ്ങനെ ഇല്ലെങ്കിൽ പിണറായി മാറി നിൽക്കാൻ തയ്യാറായാൽ KN ബാലഗോപാലിലേക്ക് ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം എത്താനാണ് സാധ്യത. അത് നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടറി യോഗത്തിലാകും അത്തരം തീരുമാനങ്ങളും ചർച്ചയുമൊക്കെ ഉണ്ടാവുക. പിണറായി വിജയൻ 11 മണിയോടുകൂടി ഇന്ന് തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. അദ്ദേഹം നാളെ ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണാനും സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് ഇതുവരെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിട്ടില്ല. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വാർത്താക്കുറിപ്പ് വന്നിരുന്നു. M സ്വരാജിന്റെ പ്രതികരണം ഫേസ്ബുക്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വന്നിരുന്നു. അതിനപ്പുറത്തേക്ക് MV ഗോവിന്ദന്റെ പ്രതികരണമൊക്കെ വന്നു. പക്ഷേ
എന്നതിനപ്പുറത്തേക്ക് പിണറായിയുടെ പ്രതികരണം വളരെ നിർണായകമാണ്. എന്തുകൊണ്ട് തോറ്റു? സാധാരണ പറയും പോലെ ഈ ന്യൂനപക്ഷ ഏകീകരണമൊക്കെ പറഞ്ഞ് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. കാരണം ന്യൂനപക്ഷ മേഖലകളിൽ മാത്രമല്ല CPM അമ്പയെ പരാജയപ്പെട്ടത്, CPM ഒലിച്ചുപോയത് ഭൂരിപക്ഷ മേഖലകളിലും പാർട്ടി കോട്ടകളിലുമൊക്കെ പാർട്ടിക്ക് ചരിത്രത്തിലില്ലാത്ത തിരിച്ചടി ഉണ്ടാകുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം, വർഗീയ കാർഡിറക്കി UDF വിജയിച്ചു എന്ന പതിവ് ന്യായത്തിൽ മാത്രം ഈ തോൽവിയുടെ കാരണം പറഞ്ഞു നിൽക്കാൻ CPM കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായും അതാണ് സാഹചര്യം. CPM-ലും ചർച്ചകൾ പുരോഗമിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ആര് എന്നതിൽ തീരുമാനമെടുക്കണം. മറ്റൊന്ന്, ഈ കനത്ത തോൽവിയെ എങ്ങനെ അതിജീവിക്കാൻ സാധിക്കുമെന്നുള്ളത് പരിശോധിക്കണം. എവിടെയൊക്കെ പിഴച്ചു എന്നുള്ളതാണ് അവർ ചിന്തിക്കേണ്ടത്. സമൂഹ മാധ്യമ പോസ്റ്റുകളിലൊക്കെ വലിയ തോതിൽ ആക്രമണം പാർട്ടിക്കെതിരെയും പിണറായിക്കെതിരെയും ഒക്കെ സംഭവിക്കുന്നുണ്ട്. പാർട്ടി കോട്ടകൾ പോലും കൈവിട്ടത് കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും ഒക്കെ പറഞ്ഞ പോലെ ഞങ്ങൾ ജയിച്ചത് CPM-കാരുടെ, CPM അനുയായികളുടെ, CPM പ്രവർത്തകരുടെ വോട്ടുകൊണ്ടാണ്, അല്ലാതെ പുറത്തെ വോട്ടുകൊണ്ടല്ല എന്ന് പറയുമ്പോൾ ഇരുത്തി ചിന്തിക്കേണ്ട വസ്തുതകളിലേക്ക്. ഒപ്പം ജയരാജന്മാരുടെ അഭിപ്രായം എന്താണ് എന്നുള്ളതുമൊക്കെ പ്രധാനമാണ്. അവരെയൊക്കെ പൂർണ്ണമായും അവഗണിച്ച ഒരു ഭരണകാലമായിരുന്നല്ലോ ഈ 10 വർഷവും എന്നുള്ളത് ഏറ്റവും നിർണായകമായി മാറും പാർട്ടിക്ക്, സംശയമില്ല.